Hi cool moms and dads, welcome to Mama Cool. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഐ പ്രോബ്ലത്തെ കുറിച്ചാണ്. അതായത് ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള കുട്ടികളിൽ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം ഒലിക്കുക, അതുപോലെ കണ്ണിൽ നിന്ന് ഡിസ്ചാർജ് വരിക, പലതരം ഐ ഇൻഫെക്ഷനുകൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണുന്നില്ല, അതും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത് രണ്ടും ചെയ്താലേ ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് എന്താണ് ഈ ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കണ്ണിൽ കണ്ണീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഉണ്ടെന്ന്. നമ്മുടെ കണ്ണിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടിയർ ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടിയർ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണീര് ഈ ഒരു ഭാഗത്തുള്ള ടിയർ ഡക്റ്റാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചില കുട്ടികളിൽ ഈ ടിയർ ഡക്റ്റ് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണിലെ കണ്ണീര് ഈ അബ്സോർബായി പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ കണ്ണീര് കൂടുതലായിട്ട് പുറത്തേക്ക് ഒഴുകും. ഇനി കണ്ണീര് കൂടുതൽ സമയം കണ്ണിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലതരം ഐ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ പിങ്ക് ഐ, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് ഡിസ്ചാർജ് വരിക, പിന്നെ ചില സെക്കൻഡറി ഇൻഫെക്ഷൻസ്, അങ്ങനെ പലതരം ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അങ്ങനെ കണ്ണിന് പലതരം ഇൻഫെക്ഷൻസ് ഉണ്ടാകും. പിന്നെ കൂടുതലായിട്ടും കുട്ടികൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണിൽ നിന്ന് ഡിസ്ചാർജ് വന്ന് കണ്ണ് മൂടിയിരിക്കും. കണ്ണ് രാവിലെയൊക്കെ ആകുമ്പോൾ അവർക്ക് തുറക്കാൻ പാടായിരിക്കും. നമ്മൾ കുട്ടികളെ കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വന്ന് പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാലും ഒരുപാട് കണ്ണിൽ ഇൻഫെക്ഷൻ പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കുട്ടികൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുട്ടികളുടെ കണ്ണിന് എന്ത് പ്രോബ്ലം കണ്ടാലും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡോക്ടറെ കണ്ടിട്ട് അത് ഈ ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കുട്ടിക്ക് ചിലപ്പോൾ പലതരം ഐ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ അത് നമ്മൾ ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ നമ്മുടെ ഡോക്ടറെ കാണിച്ച് അത് ഈ കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും അതിന് എന്തൊക്കെ ചെയ്യണം, കണ്ണിന് എന്തൊക്കെ മസാജ് ചെയ്യണം, അത് നോർമലായിട്ട് ഹീലാകുമോ, ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒരു 90% കുട്ടികളിലും ഈ ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് തന്നെ ശരിയാകും, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ശരിയാകും. ചില കുട്ടികളിൽ ഈ സെക്കൻഡറി ഇൻഫെക്ഷൻസ്, അതുകൊണ്ട് ഈ ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് കൊണ്ട് അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡോക്ടർ ഡ്രോപ്പ് തരും. എന്നിട്ട് ഏകദേശം ഒരു വയസ്സ് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറയും. അതിനുള്ളിൽ മാത്രം ഈ പ്രോബ്ലം മാറിയില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. 90% കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താനേ ഈ പ്രോബ്ലം മാറിപ്പോവും. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കുട്ടിയെ ഡോക്ടറെ കാണിച്ച് ഈ പ്രോബ്ലം ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇത് ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മസാജ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെറുവിരലാണ് യൂസ് ചെയ്യേണ്ടത്. അതിലെ നഖം നന്നായിട്ട് മുറിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം കുട്ടിയെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ കുട്ടിയുടെ കണ്ണിലൊന്നും അഥവാ മൂക്കിൻ്റെ സൈഡിലൊന്നും നമ്മുടെ നഖമൊന്നും കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം നമ്മുടെ കൈ. എന്നിട്ട് മാത്രം കുട്ടിയുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ താഴത്തേക്ക് മസാജ് ചെയ്യണം വേണ്ടത്. അത് കുറച്ച് പതുക്കെ പ്രസ് ചെയ്ത് മസാജ് ചെയ്യണം. ഒരുപാട് ബലം പ്രയോഗിക്കരുത്, ഒരുപാട് സോഫ്റ്റും ആകരുത്. അങ്ങനെ താഴത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു ടൈമിൽ ഒരു 20 ടൈംസ് വരെ നമുക്ക് മസാജ് ചെയ്യാം. പിന്നെ നമുക്ക് ദിവസത്തിൽ ഒരു 3 പ്രാവശ്യം നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും എത്ര നേരം എത്ര തവണ മസാജ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ മസാജ് വളരെയധികം എഫക്റ്റീവാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ബ്ലോക്ക്ഡ് ടിയർ ഡക്റ്റ് ഉണ്ടാകുവാണെങ്കിൽ അവരുടെ കണ്ണിൽ എപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡറി ഇൻഫെക്ഷൻസ്, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആകുവാണെങ്കിൽ ഡോക്ടർ കണ്ണിൽ ഒഴിക്കാനായിട്ട് ഒരു ഡ്രോപ്പ് തരും. കൂടുതലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാതെ ഡിസ്ചാർജ് കൊണ്ടിങ്ങനെ മൂടിയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ണ് മൂടിയിരിക്കുമ്പോൾ കണ്ണ് അങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ണും മൂക്കും ചെവിയും ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കണ്ണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കുക. അല്ലാതെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞുതരാം. നമ്മളൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് ലൂപ്പ് വാം വാട്ടറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ലൂപ്പ് വാം വാട്ടർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ലൂപ്പ് വാം വാട്ടർ എന്ന് വെച്ചാൽ
നൈദർ ഹോട്ട് നോർ കോൾഡ് എന്നാണ് പറയുന്നത്. അതായത് ചൂടും അല്ല തണുപ്പും അല്ലാത്ത ടെമ്പറേച്ചറിലുള്ള വാട്ടർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലുള്ള വാട്ടർ എന്ന് പറയും. അപ്പം ആ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ പഞ്ഞി നന്നായിട്ട് അതിനകത്ത് മുക്കി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ വേണം കണ്ണിൽ എപ്പോഴും കുട്ടികളുടെ മസാജ് ചെയ്യാൻ. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു കണ്ണിൽ യൂസ് ചെയ്ത കോട്ടൺ പാഡ് ഒരിക്കലും അടുത്ത കണ്ണിൽ യൂസ് ചെയ്യരുത്. രണ്ട് കണ്ണിലേക്ക് രണ്ട് കോട്ടൺ പാഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പം ഞാൻ കുട്ടികളുടെ കണ്ണ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാകും. അതിനകത്ത് ഞാൻ പാച്ചുവിനെ വെച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബ്ലോക്ക് ടിയർ ഡക്റ്റ് ഒക്കെ ഉണ്ടായിട്ട് ഡിസ്ചാർജ് ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ദിവസത്തിൽ പല തവണ കണ്ണ് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിൽ കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇത് തികച്ചും നോർമലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 90% കുട്ടികളിലും ഒരു വയസ്സിനുള്ളിൽ ഇത് തന്നെത്താനെ മാറിപ്പൊക്കോളും. ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു പ്രൊസീജിയറോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. 10% കുട്ടികൾ മാത്രം ഇത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെറിയതായിട്ടൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ ഇത് ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ചില കുട്ടികൾക്ക് ഒരു കണ്ണിന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, കാരണം ഒരു ടിയർ ഡക്റ്റ് മാത്രമേ ബ്ലോക്കായിട്ട് ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾ രണ്ട് കണ്ണിനും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ണ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് കണ്ണിലേക്ക് രണ്ട് കോട്ടൺ പാഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കൈ കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുട്ടികളുടെ കണ്ണ് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.